ശ്രീരാമായ നമോ നമ. സർഗം 33. സീതാരാമഗുണാരാമ പുണ്യാരണ്യ നിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വര കപീശ്വരോ. ഈ സർഗത്തിൻ്റെ പേര് രാവണ വിപ്രമോക്ഷം എന്നാണ്. വിപ്രമോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണനെ വിടുവിക്കാൻ, ബന്ധനസ്ഥനാക്കിയ രാവണനെ വിടുവിക്കാൻ ആര് വന്നു എന്നുള്ളതാണ് കാരണം. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു. അങ്ങനെ ഹേഹേ മഹാരാജാവ് തദുർജനസ്വാം പ്രവിവേശതാം പുരീം ബലിം നിഗൃഹ്യേവ സഹസ്രലോചന. അങ്ങനെ മഹാബലിയെ ജയിച്ച് എപ്രകാരമാണോ ഇന്ദ്രൻ സ്വന്തം അമരാവതിയിൽ വന്നത്, അതുമാതിരി ഹേഹേ മഹാരാജാവ് രാവണനെ ബന്ദിയാക്കിയ ശേഷം അകത്തേക്ക് കടന്നു എന്നാണ് പറഞ്ഞത്. ഇതങ്ങനെ കേട്ടു പുലസ്ത്യ മഹർഷി. എവിടെയാണ്? സ്വർഗത്തിൽ വെച്ചിട്ടാണ് കേട്ട്. രാവണഗ്രഹണം തത്തു വായുഗ്രഹണ സന്നിഭം. വായുവിനെ പിടിച്ചടക്കുന്നത് പോലുള്ള വിഷമകരമായ ഒന്നാണ് രാവണബന്ധനം. അത് ദേവതകൾക്കിടയിൽ നിന്ന് പുലസ്ത്യൻ കേട്ടു. ഉടനെ തന്നെ അദ്ദേഹത്തിന് പൗത്രസ്നേഹം കൂടിയ കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം വിറച്ചുകൊണ്ടങ്ങനെ വേഗം ധൃതി കൂട്ടി പുറപ്പെട്ടു മാഹിഷ്മതിയിലേക്ക്. അങ്ങനെ വായുമാർഗത്തിലൂടെ വായുവേഗത്തിൽ അദ്ദേഹം ഭൂമിയിലെത്തി അമരാവതി സദൃശമായ ആ മാഹിഷ്മതിപുരിയിലേക്ക് പ്രവേശിച്ചപ്പോൾ വിവരമറിഞ്ഞ കാർത്തവീര്യാർജുനൻ, കൃതവീര്യ രാജാവിൻ്റെ മകൻ കാർത്തവീര്യൻ, ആ കാർത്തവീര്യ അർജുനൻ എന്ന പേര് കൃതവീര്യൻ്റെ മകനായതുകൊണ്ട് കാർത്തവീര്യൻ. ഹേഹേം എന്നാണ് അവരുടെ വംശത്തിൻ്റെ പേര്. യദുകുല വംശം തന്നെയാണിത്. ശ്രീകൃഷ്ണൻ്റെയൊക്കെ വളരെ മേലുള്ളതാണ് ഹേഹേൻ. ആ ഹേഹേ മഹാരാജാവ് തലയ്ക്ക് കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് വേണ്ട അർഘ്യം, മധുവർക്കം, പശുദാനം ഇതൊക്കെ ചെയ്ത ശേഷം അദ്ദേഹം പറയണം, ഇന്ന് ഈ മഹിഷ്മതി അമരാവതി സദൃശമായി തീർന്നിരിക്കുന്നു. ഇന്ന് എൻ്റെ വ്രതം സഫലമായി, ജന്മം തപസ്സും ഒക്കെ കുശലമായി. എന്താണ് അങ്ങേക്ക് വേണ്ടത്? പുലസ്ത്യനപ്പോൾ ചോദിച്ചു, അങ്ങയുടെ ധർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ശിവമായി നടക്കുന്നില്ലേ? അഗ്നികൾ ശിവമല്ലേ? പുത്രരും മംഗളകാരികളല്ലേ? നിന്നാൽ ദശഗ്രീവൻ ജിതനായല്ലോ, അതന്നെ വളരെ ഗംഭീരമായി. വൻകടലും വൻകാറ്റും കൂടി യാതുരത്തിനെ ഭയന്ന് നിശ്ചലമാകുന്നു. അവനെ നീ വെന്നില്ലേ? അവനെ നീ ജയിച്ചില്ലേ? പുത്രസ്നേഹം കൊണ്ട് ഞാൻ അർത്ഥിക്കുകയാണ്. എൻ്റെ പൗത്രനാണല്ലോ, പൗത്രസ്നേഹം കൊണ്ട് ഞാൻ അർത്ഥിക്കുകയാണ്. അവനെ വിട്ടയക്കണം. ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പുലസ്ത്യൻ്റെ ആജ്ഞ കേട്ട് കാർത്തവീര്യാർജുനൻ ഒന്നും മിണ്ടിയില്ല. തിരിച്ചൊന്നും പറയാതെ, മറുത്തൊന്നും ചൊല്ലാതെ വേഗം തന്നെ രാവണനെ ബന്ധനത്തിൽ നിന്ന് വിട്ടയച്ചു. അപ്പോൾ പുലസ്ത്യൻ പറഞ്ഞു, അങ്ങനെ പോരാ, നിങ്ങൾ തമ്മിൽ സഖ്യം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആവാന്ന് പറഞ്ഞ് സതം പ്രമുച്ച ത്രിദശാര്യം അർജുന. കാർത്തവീര്യ അർജുനനാകട്ടെ തം ത്രിദശാര്യം, ത്രിദശന്മാരുടെ ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള അവനെ, രാവണനെ വിട്ട ശേഷം പ്രഭുജ്യ ദിവ്യാഭരണസ്ത്രകാംബരഹി, ദിവ്യാഭരണങ്ങള്, മാല, പട്ടുവസ്ത്രങ്ങൾ അതെല്ലാം കൊടുത്ത് ബഹുമാനിച്ച് തൻ്റെ സുഹൃത്താക്കാൻ പോണ്. അഹിംസകം സഖ്യമുപേത്യ സാഗ്നികം, അഗ്നിയെല്ലാം പ്രജ്വലിപ്പിച്ച്, സുഗ്രീവനും ശ്രീരാമസ്വാമിയും കൂടി ഉണ്ടായുള്ളൂ. അഗ്നി ജ്വലിപ്പിച്ചിട്ടാണല്ലോ സഖ്യം ചെയ്തത്. ആ മാതിരി സഖ്യം, അഹിംസകമായ സത്യം, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഹിംസ ചെയ്യില്ല എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് സഖ്യം ചെയ്തു. പ്രണമ്യതം ബ്രഹ്മസുതം ഗൃഹം ചെയ്യൂ. അങ്ങനെ അർജുനാവട്ടെ ആ പുലസ്ത്യനെ ഒന്നുകൂടി വണങ്ങി അദ്ദേഹം ഗൃഹത്തിലേക്ക് മടങ്ങി. ഇപ്പൊ രാവണനോ തൻ്റെ മുത്തശ്ശനെ തന്നെ കണ്ട് രാവണനൊന്നും കൂടി ചെറുതായി. പ്രതാപശാലിയായ രാവണൻ പുലസ്ത്യ മഹർഷിയെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. അപ്പൊ തോൽവി സംഭവിച്ചതിനാൽ കുറെ നാണം കൊണ്ട് രാവണനൊന്ന് ചെറുതായി. പുലസ്ത്യൻ സത്യലോകത്തേക്ക് മടങ്ങുകയും ചെയ്തു എന്നിങ്ങനെ കഥ പറയാണ് അഗസ്ത്യ മഹർഷി ഇവിടെ ശ്രീരാമനോട്. അപ്പൊ പറയാണ്, ഹേ രാമ, ഇവണ്ണം ലോകത്തിൽ മഹാബലശാലികൾക്ക് കൂടി പാഠം തരുന്ന അതിബലശാലികളുണ്ട്. ആയതിനാൽ അവനവന്റെ നന്മ കാക്ഷിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അപരന്മാരെ അവജ്ഞതയോടെ കാണരുത്. അതാണ് നമുക്ക് തന്ന പാഠം എന്ന് അഗസ്ത്യ മഹർഷി പറയണം.
ഇങ്ങനെ 1000 കയ്യൂക്കുള്ള രാജാവിന്റെ മൈത്രി സമ്പാദിച്ച 20 കയ്യൂക്കുള്ള രാവണൻ വീണ്ടും ഭൂലോകത്തിലെ രാജാക്കന്മാരെ ദ്രോഹിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ അവസാനിക്കുന്നത്. അപദാം അപഹർത്താരം ദാതാരം സർവസമ്പദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. എല്ലാവർക്കും ശ്രീരാമ ചരണങ്ങളിൽ ഭക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്